മൂന്നാമത്തേത് പ്രത്യേകം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പോലും സിമിത്തേരികൾ ഇനി പുതുതായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നിലവിലുള്ള സിമിത്തേരികൾ പോലും അല്പം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോലും അനുവാദം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 2-3 കാരണങ്ങളാൽ ദഹിപ്പിക്കൽ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് സഭ, ഞാൻ മുമ്പ് പറഞ്ഞ 2016 രേഖ പറയുന്ന ഒരു കാര്യം ഇതാണ്: ആത്മാവിൻ്റെ അനശ്വരതയെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉയർപ്പിനെയോ ദഹിപ്പിക്കുന്ന ആ പ്രവൃത്തി മൂലം തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ശരീരത്തിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ചോ ആത്മാവിൻ്റെ അനശ്വരതയെ സംബന്ധിച്ചോ ഒരു തടസ്സവും ദഹിപ്പിക്കൽ മൂലം ഉണ്ടാകുന്നില്ല. അത് ശവസംസ്കാരം കുഴിയിൽ നടത്തുന്നത് പോലെ തന്നെ ദഹിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യത്തിൽ സഭയ്ക്ക് യാതൊരു പരാതിയും ഇല്ല. സഭയുടെ ഔദ്യോഗിക പഠനമാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന 2016 ഡോക്യുമെൻ്റ് അതൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് സഭയുടെ ഔദ്യോഗിക കാഴ്ചപ്പാട്. സഭ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ശവസംസ്കാരമാണ്. പിന്നെ ദഹിപ്പിക്കുന്നതിനോട് സഭയ്ക്ക് ഔദ്യോഗികമായിട്ട് വിരോധമൊന്നുമില്ല. കാരണം അത് ഉയർപ്പിനോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ അനശ്വരതയ്ക്കോ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല.